ഹായ്, വെൽക്കം ടു fscookeryvlogs. ഇന്ന് നമുക്കൊരു കേക്ക് റെസിപ്പിയാണ്. സൂപ്പറായിട്ടുള്ള ഒരു കേക്കാണ്. അതേസമയം വളരെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് zebracake. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായിട്ട് 1 കപ്പ് മൈദ, 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കുക. നന്നായി പൊടിച്ചെടുക്കുക. അതേ ജാറിൽ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിൽ 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത കൂട്ടിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് അടിച്ചെടുക്കണം. നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച പഞ്ചസാര കുറച്ചായി ചേർത്ത് അടിച്ചെടുക്കാം. അതിനുശേഷം 1/4 കപ്പോളം പാല് ഇതിലേക്ക് ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അതൊരു ബൗളിലേക്ക് മാറ്റുക. നേരത്തെ നമ്മൾ അരിച്ച് മാറ്റി വെച്ച മൈദ കുറച്ചായി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവർ ബീറ്റ് ചെയ്യാതെ നോക്കണം. കട്ടകളില്ലാതെ ഒന്ന് ഇളക്കിയെടുക്കുകയും വേണം. ഈ കൂട്ട് നമുക്ക് പപ്പാതിയായി 2 ബൗളിലേക്ക് മാറ്റാം. അതിലൊരു ബൗളിൽ 3 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ചേർക്കാം. എന്നിട്ട് പതിയെ ഒന്ന് ഇളക്കിയെടുക്കാം. ആവശ്യമെങ്കിൽ പാല് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂണോളം കോഫി പൗഡർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി കളറിന് വേണ്ടിയിട്ടാണ്. ഉണ്ടാക്കുന്ന പാൻ ഏതാണോ അത് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം. അതിനുശേഷം ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ഒരു മൗൾഡാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് എണ്ണയും അതുപോലെ തന്നെ മൈദയും തൂകുക. നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. കേക്ക് വെന്ത് വരുമ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിലേക്ക് ബാറ്റർ ആൾട്ടർനേറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കൊക്കോ മിക്സാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. അടുത്തത് ഒരു 3 ടേബിൾ സ്പൂണോളം വാനില മിക്സ് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് വരുമ്പോൾ പതിയെ 2 ടേബിൾ സ്പൂൺ കൊക്കോ മിക്സും 2 ടേബിൾ സ്പൂൺ വാനില മിക്സുമായിട്ട് മാറി ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ ആൾട്ടർനേറ്റ് ആയിട്ട് ഒഴിച്ചതിന് ശേഷം ഒരു സ്ക്യൂർ വെച്ചോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബ്രഷ് വെച്ചോ എന്തെങ്കിലും ഒരു ഡിസൈൻ പോലെ വരച്ചു കൊടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 30 മിനിറ്റിന് ശേഷം കേക്ക് കുക്കായിട്ടുണ്ടാവും. എന്നിട്ട് നമുക്കൊന്ന് തണുക്കാൻ വയ്ക്കാം. അതിനുശേഷം നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാം. നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ഡിമോൾഡ് ചെയ്തെടുക്കാവൂ. നല്ല സൂപ്പറായിട്ടുള്ള സ്പഞ്ചാണ്. വളരെ സോഫ്റ്റാണ് ഈ കേക്ക്. അതേസമയം ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.